ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ ഡോക്ടർമാരുടെ കുറവിനെ തുടർന്ന് രോഗികൾക്ക് ചികിത്സ നിഷേധിച്ചതായി പരാതി. ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ സന്ദർശനത്തിനിടെ 100 കണക്കിന് രോഗികളാണ് കാഷ്വാലിറ്റിയിൽ ചികിത്സയ്ക്കായി കാത്തുനിന്നത്. എന്നാൽ ചികിത്സാ നിഷേധത്തിൽ പ്രതികരിക്കാതെ മന്ത്രി മടങ്ങി. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ സൂപ്രണ്ടിനെ ഉപരോധിച്ചു. എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ വന്നതാണ്. പക്ഷേ ജസ്റ്റ് ഒരു ഇഞ്ചക്ഷൻ മാത്രം എടുക്കേണ്ടി വന്നിട്ടുള്ളൂ. പക്ഷേ ആ ഇഞ്ചക്ഷൻ എടുക്കാൻ തന്നെ ഒരുപാട് സമയം ലേറ്റായി. ഇവർ പറയുന്നു മന്ത്രി വന്നതാണ്, മന്ത്രി വന്നതിൻ്റെ തിരക്കാണ്, കാര്യങ്ങളാണെന്നൊക്കെ പറയുന്നു. മന്ത്രി വരുന്നതും പോലും നമുക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ. മന്ത്രി എന്ന് പറഞ്ഞാൽ നമ്മളെ കൂടെ നോക്കാൻ വേണ്ടിയുള്ളതല്ലേ. തൊടുപുഴയിലാണ് ഇടുക്കി ജില്ലാ ആശുപത്രി പ്രവർത്തിക്കുന്നത്. ഒപിക്ക് പുറമെ 100 കണക്കിന് രോഗികളാണ് ഓരോ ദിവസവും കാഷ്വാലിറ്റിയിലും വിവിധ അസുഖങ്ങളുമായി എത്തുന്നത്. മണിക്കൂറുകളാണ് ചികിത്സയ്ക്കായി രോഗികൾ കാത്തു നിൽക്കേണ്ടി വരുന്നതെന്നാണ് പരാതി. ഇന്ന് പനി ബാധിച്ചെത്തിയ കുട്ടിക്ക് ചികിത്സ ലഭിക്കാതെ വന്നതോടെ കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ആശുപത്രിയുടെ അകത്ത് ഉദ്യോഗസ്ഥരുമായി യോഗം ചേരുമ്പോഴായിരുന്നു ദുരനുഭവം. സംഭവത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ സൂപ്രണ്ടിനെ ഉപരോധിച്ചു. ഡോക്ടർമാരുടെ കുറവ് ആരോഗ്യമന്ത്രിയെ ബോധിപ്പിച്ചതായി ഇടുക്കി DMO പ്രതികരിച്ചു. അതിനിടെ ആരെതിർത്താലും അന്നം മുടക്കില്ല എന്ന ഫ്ലെക്സ് ബോർഡുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ പൊതിച്ചോറ് വിതരണവും നടത്തി. റിപ്പോർട്ടർ, ഇടുക്കി.